നമസ്കാരം. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ NH-66 പണിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. റോഡ് പണികൾക്കായി മണ്ണെടുക്കുന്നതിന് മന്ത്രാലയത്തിൻ്റെ മുൻകൂർ അനുമതി വേണ്ട എന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം മുൻപ് ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഓരോ സർക്കാർ ഓഫീസുകളിലും ഉണ്ടാവാനിടയുള്ള കാലതാമസം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മന്ത്രാലയം അന്ന് ഇത്തരത്തിലൊരു ഓർഡർ പുറപ്പെടുവിച്ചത്. ഇത് NH-66 പണികൾക്കായി കരാറെടുത്തിരിക്കുന്ന കമ്പനികൾക്ക് നല്ലൊരാശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ മന്ത്രാലയത്തിൻ്റെ ഈ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഏതാനും പരിസ്ഥിതി പ്രവർത്തകരുടെ ഹർജിയിലാണ് ഇപ്രകാരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത്. ഇനിയുള്ള മണ്ണെടുക്കൽ പ്രക്രിയ ചുവപ്പ് നാടകളിൽ കുരുങ്ങിക്കിടക്കും. ഓരോ കാര്യങ്ങൾക്കും സർക്കാർ ഓഫീസുകളിൽ വരുത്തുന്ന കാലതാമസം ഇന്ത്യയിൽ, വിശിഷ്യ കേരളത്തിൽ കുപ്രസിദ്ധമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ കയറിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതെല്ലാം അറിയാമായിരിക്കും. കോടതിയുടെ ഈ വിധി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആലപ്പുഴ, എറണാകുളം ജില്ലകളിലായിരിക്കും. കാരണം അവിടെയാണ് ഇനി ഏറ്റവും കൂടുതൽ മണ്ണ് ആവശ്യമുള്ളത്. ഇതിനിടയിൽ NH-66 മണ്ണ് എളുപ്പം ലഭിക്കാനായി കേരള സർക്കാർ ഒരു മാർഗം കണ്ടെത്തിയിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. NH-66 പണികളിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരമൊക്കെ. ഇവിടെയൊക്കെ 40% പണികൾ പോലും കഴിഞ്ഞിട്ടില്ല. കാലാവധി തീരാൻ 15-18 മാസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിനിടയിലാണ് കൂനിന്മേൽ കുരു എന്ന പോലെ സുപ്രീം കോടതിയുടെ ഈ വിധിയും. തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ റോഡ് പണിയാൻ ഏകദേശം 2.25 കോടി ക്യൂബിക് മീറ്റർ മണ്ണ് വേണമെന്നാണ് കണക്ക്. ഇതിൽ തന്നെ എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ മാത്രമായി 73 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് വേണം. ഇതിൻ്റെ പകുതി മണ്ണ് പോലും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിധി പുറത്തു വന്ന ഉടനെ തന്നെ ആലപ്പുഴ ഭാഗത്ത് കരാറെടുത്തിരിക്കുന്ന കമ്പനി മണ്ണെടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ പല ജില്ലകളിലും റോഡ് പണി തീരാൻ വൈകുമെന്ന് ഉറപ്പായി. കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലൊക്കെ പണി നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ പണി പറഞ്ഞ തീയതിക്കകം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കാം. താങ്ക് യു.